ഇപ്പോൾ നമുക്കൊപ്പം മോഹൻലാൽ കൂടിയുണ്ട്. സർ, വലിയ ആവേശത്തിലാണ് മലയാളികൾ. സാറിന് ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. എങ്ങനെ സന്തോഷിക്കുന്നു ഇക്കാര്യത്തിൽ? വളരെയധികം സന്തോഷം, അഭിമാനം. എന്നെ ഞാനാക്കിയ എൻ്റെ പ്രേക്ഷകരോടും എന്നോടൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റ്, എൻ്റെ ഡയറക്ടേഴ്സ്, എന്താ പറയണ്ടേ, മലയാള സിനിമയ്ക്ക് ഞാൻ ഈ അംഗീകാരം സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിന്, എൻ്റെ മലയാള സിനിമ കുടുംബത്തിനൊക്കെ ആയിട്ടാണ് ഞാൻ അംഗീകാരം സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജൂറിക്ക്, അല്ലെങ്കിൽ എന്നെ സെലക്ട് ചെയ്ത ജൂറി, ഈ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, എന്താ പറയാ, ഇതൊരു ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇതൊരു ആദരവായിട്ട് കാണുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രാർത്ഥന, ഒരുപാട് സ്നേഹം. ഈശ്വരന് നന്ദി പറയുന്നു. എൻ്റെ മലയാള സിനിമ ലോകത്തിനോട് ഞങ്ങളുടെ നന്ദി ഞാൻ അറിയിക്കുന്നത്. ചലച്ചിത്ര യാത്ര, താങ്കളുടെ ചലച്ചിത്ര യാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്നതെന്നാണ് പുരസ്കാര നിർണയ സമിതി തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. 48 വർഷമായി. 48 വർഷം എന്ന് പറയുന്നത് നീണ്ട വർഷമാണ്. ഇപ്പോഴും അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതിലുള്ള ഒരു വലിയ പ്രാർത്ഥനയായിട്ട് ഞാൻ കാണുന്നു. എന്നെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്കെല്ലാം ഇതിന്റെ നന്ദി എത്തിച്ചേരണം. ഈ അവസരം ഞാൻ അതിനുപയോഗിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, മലയാള സിനിമയെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആയിട്ടുള്ള ഒരു അവാർഡായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അപ്പം ഈശ്വര എൻ്റെ ഒരു കൃപ കൊണ്ട് അത് കിട്ടി. അതിനെ ഞാൻ എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു. അഭിനയ രംഗത്തെ ആദ്യത്തെ ആൾക്കാണ് ലഭിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ അവാർഡാണ് മലയാളിക്ക് ലഭിക്കുന്നത്. മുൻപ് അടൂരിനായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ മലയാളി എന്നൊരു അഭിമാനം കൂടിയുണ്ട് അങ്ങേക്ക്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. അത് മലയാള സിനിമയ്ക്കുള്ളൊരു അംഗീകാരമാണ്. അല്ലാതെ മോഹൻലാൽ എന്നുള്ള നടനെ ഞാൻ അതിൽ കാണുന്നില്ല. മലയാള സിനിമയ്ക്ക് വലിയൊരു അംഗീകാരം കൊണ്ടുവന്നതായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെ നന്ദി അവസരത്തിൽ പ്രതികരിച്ചത്. താങ്ക് യു.